നമസ്കാരം. പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഇന്ത്യക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുന്നത്. അമേരിക്കയുമായിട്ടുള്ള ആയുധ കരാറും കൂടാതെ പാകിസ്ഥാൻ പട്ടാള ജനറൽ അസീം മുനീർ അമേരിക്കയിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയുമൊക്കെ ചെയ്തത് വലിയ രീതിയിൽ അമേരിക്ക പാകിസ്ഥാൻ ബന്ധങ്ങളിൽ എത്രത്തോളം ഒരു ബന്ധം, അവരുടെ ഒരു ബന്ധങ്ങളിൽ ആഴം എത്രത്തോളം ഉണ്ട് എന്നത് പുറത്തു വരുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ അമേരിക്കയോട് പാകിസ്ഥാന് IMFൽ നിന്നും ഫണ്ട് ഒന്നും തന്നെ നൽകരുതെന്ന് പറഞ്ഞുവെങ്കിലും അമേരിക്ക ചെവി കൊണ്ടില്ല. എന്നിട്ട് ഓരോ ഉഡായിപ്പ് നിബന്ധന വയ്ക്കുകയും അതിനുശേഷം കോടിക്കണക്കിന് രൂപയുടെ സഹായം അമേരിക്ക പാകിസ്ഥാന് നൽകുകയും ചെയ്തു. ട്രംപിന്റെ ഭരണത്തിൽ മസ്കെല്ലാം തന്നെ ഇപ്പോൾ അടിച്ചു പിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിലെ ജനങ്ങൾ തന്നെ വലിയ രീതിയിൽ ട്രംപിന് നേരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യം. വ്യാപാരം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ട്രംപും അതോടൊപ്പം തന്നെ നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി മാത്രം ഏതെങ്കിലും രണ്ട് രാജ്യങ്ങളെ തമ്മിൽ തള്ളിയിട്ട് അവസാനം ഞാനാണ് യുദ്ധം നിർത്തിച്ചത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപും നിലവിൽ പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധങ്ങളുടെ നിയന്ത്രണം US-ന്റെ കയ്യിലാണെന്ന് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പാകിസ്ഥാനിൽ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിലടക്കം പങ്കെടുത്ത മുൻ CIA ചാരൻ്റേതാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ജോൺ കിരിയാക്കോ ആണ് പാകിസ്ഥാന് നാണക്കേടുണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തി രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാനോടുള്ള ഇന്ത്യൻ നിലപാട് മാറ്റത്തിന് ഇത് വലിയ കാരണമാകും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. മേഖലയിൽ കൂടുതൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരാൻ അമേരിക്കൻ ഇടപെടൽ കാരണമായേക്കും. പാകിസ്ഥാന്റെ കൈവശം ആണവായുധങ്ങൾ സുരക്ഷിതമല്ല എന്നത് ഇന്ത്യ പലപ്പോഴായി ലോകവേദികളിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്ന ജോൺ കിരിയാക്കോ മുമ്പും വിവാദമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അൽ-ഖ്വയ്ദ തീവ്രവാദികളിൽ വാട്ടർ ബോർഡിംഗ് ശിക്ഷാരീതികൾ US സൈനികർ നടപ്പാക്കിയിരുന്നതായി ഇയാൾ മുമ്പും വെളിപ്പെടുത്തിയിരുന്നു. 2012 ഒരു പത്രപ്രവർത്തകന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ അയച്ച ബ്രഹ്മോസ് മിസൈലിൽ ആണവ പോർമുന ഉണ്ടായെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നതായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഉപദേഷ്ടാവ് റാണ സനാഉള്ള കഴിഞ്ഞ ദിവസവും തുറന്നു പറഞ്ഞിരുന്നു. ഇക്കാര്യം നിർണ്ണയിക്കാൻ ഞങ്ങൾക്ക് വെറും 30 മുതൽ 45 സെക്കൻഡുകൾ മാത്രമാണ് ലഭിച്ചതെന്നും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ റാണ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ ആണവായുധമാണ് ഞങ്ങൾക്ക് നേരെ തൊടുത്തതെന്ന് കരുതി അതേ രീതിയിൽ തിരിച്ചടിച്ചിരുന്നുവെങ്കിൽ മേഖല ആണവ യുദ്ധത്തിന് വേദിയായേനെ. ഭാഗ്യവശാൽ ഇത്തരമൊരു സംഭവിച്ചില്ലെന്നാണ് റാണ കൂട്ടിച്ചേർത്തത്. നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടം പാകിസ്ഥാന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ചങ്കെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അമേരിക്കയുടെ കയ്യിൽ ആണവങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഒരു താക്കോൽ എടുത്ത് പാകിസ്ഥാൻ കൊടുത്തത്. കാരണം ഓരോ ദിവസവും പാകിസ്ഥാൻ ഇന്ത്യയെ ചൊറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഓരോ പരാമർശങ്ങളും ബിലാവൽ ഭൂട്ടോ അടക്കമുള്ളവർ, അസീം മുനീർ അടക്കമുള്ളവർ നടത്തുന്നുണ്ട്. അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അസീം മുനീർ ഒരു യുദ്ധക്കൊതിയനാണ്. എത്ര കിട്ടിയാലും മതിയാവാത്ത, എത്ര അടി കിട്ടിയാലും എത്ര തിരിച്ചടി കിട്ടിയാലും മതിയാവാത്ത ഒരു വ്യക്തിയാണ് അസീം മുനീർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഇങ്ങനെ നിരന്തരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ആ രാജ്യം ചിലപ്പോൾ സഹികെട്ട് ഒരു ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് അല്ലെങ്കിൽ ഒരു മിസൈൽ ആക്രമണം വേണമെങ്കിൽ നടത്തിയേക്കാം. അത് വീണ്ടും ചോദിച്ചു വാങ്ങാനാണോ ഈ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ അവരുടെ ഒരു അന്തർധാര എന്നതാണെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക്
100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.